ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കൃഷി സാഡ്സ്. അപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന വലിയൊരു സാധനം നിങ്ങൾക്ക് പൈസ ഒന്നും മുടക്കാണ്ട് നിങ്ങളുടെ വീട് ഡെക്കറേറ്റ് ചെയ്യണോ എങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടോളൂ കേട്ടോ. ഇതിപ്പോ ഫിനിഷ് ആയിട്ടില്ല, നമ്മളിത് ഫിനിഷ് ആക്കാൻ പോകുന്നുള്ളൂ. ഇത് നമ്മുടെ പേപ്പറിന്റെ പ്ലാസ്റ്റിക്കിലുള്ള തെർമോക്കോളിന്റെ ആ ഒരു പ്ലേറ്റ് ആണ് ഗൈസ്. അത് ഇങ്ങനെ സെറ്റ് ആക്കി എടുത്തേക്കുന്നതാണ്. അപ്പൊ ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. അപ്പൊ നമ്മുടെ വീഡിയോ, നമ്മുടെ ചാനൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പൊ ഇതുപോലുള്ള അതുപോലത്തെ ഈസി ആയിട്ടുള്ള ആക്രി സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ ഈസി ആയിട്ടുള്ള ഡെക്കോർസ് ഉണ്ടാക്കാൻ പറ്റുന്നത് കാണാം. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പ്ലേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫുഡൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് കൊറിയറിലല്ല, നമുക്ക് സ്വിഗ്ഗിയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ഒരു പ്ലേറ്റ് കിട്ടുമല്ലോ, എന്തെങ്കിലുമൊക്കെ മേടിക്കുമ്പോൾ. ആ ഒരു തെർമോക്കോൾ അല്ലാത്ത വേറൊരു ഫോം പോലത്തെ ഒരു ഷീറ്റാണ് ഒരു പാത്രം. അപ്പോൾ ആ ഒരു പാത്രം നമ്മൾ ബ്ലേഡ് വെച്ചിട്ട് സെൻറ്റർ പോർഷൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ പാത്രങ്ങളും, പല വലിപ്പത്തിലുള്ള പാത്രങ്ങൾ ഇതുപോലെ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10-20 എൻ്റെ കയ്യിൽ കാണുമായിരിക്കും. അപ്പോൾ അത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതും വലുതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത ശേഷം ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചേർത്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോട്ട് ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യേണ്ടത്. സാധാരണ നോർമൽ നമ്മുടെ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിക്കുവാണെന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും ഇരിക്കത്തില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്ത് വെക്കാം കേട്ടോ. എന്നിട്ട് വേണം ഇത് ഒട്ടിക്കാൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഒട്ടിച്ച് കഴിയുമ്പോൾ പിന്നെ ഇളക്കി പറിച്ചെടുക്കുമ്പോൾ ഇത് പൊട്ടിപ്പോവും ചിലപ്പോൾ. അതുകൊണ്ട് തന്നെ നമുക്ക് മാറ്റി മറിച്ചൊക്കെ ഇതുപോലെ ഡിസൈനാക്കി നോക്കാം. അപ്പോൾ 2-3 ആക്കിയപ്പോൾ എനിക്കിത് ഈ ഒരെണ്ണമാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതിങ്ങനെ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഞാൻ ചേർത്ത് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഞാൻ വെച്ചേക്കുന്നത് നമ്മുടെ ഡബിൾ ടേപ്പാണ്. അത് വോളിലേക്ക് സ്റ്റിക്ക് ചെയ്യാൻ എളുപ്പത്തിനാണ് ആ ഒരു ഡബിൾ ടേപ്പ് അങ്ങനെ ഒട്ടിച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഡബിൾ ടേപ്പ് പീൽ ചെയ്തിട്ടില്ല, ഇങ്ങനെ ആക്കി വെച്ച് കൊടുത്തേക്കുവാണ്. അപ്പോൾ സ്റ്റിക്ക് ഒട്ടിക്കാൻ, വോളിലേക്ക് ഒട്ടിക്കാൻ നേരത്തെ ഡബിൾ ടേപ്പ് പീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സെറ്റാവും. അപ്പോൾ നമ്മളത് ഇതുപോലെ അത് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്, ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്പ്രേ പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ ഒരു സ്പ്രേ പെയിൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ആക്ലി കളർ വെച്ചിട്ട് മൊത്തത്തിൽ ഇതിനൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് കുറേ ടൈം എടുക്കും കേട്ടോ. നമ്മൾ സാധാരണ നോർമൽ പെയിൻറ്റ് വെച്ചിട്ട് ഓരോന്ന് അടിക്കുമ്പോഴേക്കും സ്പ്രേ പെയിൻറ്റ് ആകുമ്പോഴേക്കും പെട്ടെന്ന് പണി കഴിയും. പിന്നെയെങ്കിൽ ഇതിനകത്ത് മുഴുവനായിട്ട് ഞാൻ ബ്ലാക്കായിട്ട് കൊടുക്കുന്നില്ല ഷെയ്ഡ്, ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ട് ഒരു വേറൊരു ഷെയ്ഡ് വന്ന രീതിയിലാണ് ആക്കി എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ബാക്ക് സൈഡിൽ എന്തായാലും അടിച്ചിട്ടില്ല കേട്ടോ. കാരണം ബാക്ക് സൈഡിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നാട്ടിൽ പോകുമ്പോൾ ഇത് കൊണ്ടുപോകാൻ പോകണില്ല. അപ്പോൾ വീട്ടിലൊക്കെ ജസ്റ്റ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോ കോസ്റ്റിൽ ഇങ്ങനെ നമ്മൾ താമസിക്കുന്ന ഒരു വാടക വീടാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് എപ്പോഴും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഡെക്കറേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഐറ്റംസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. പിന്നെയെങ്കിൽ ഇതിൻ്റെ പുറകിൽ കണ്ടോ, ഞാൻ പെയിൻറ്റ് അടിച്ചിട്ടേ ഇല്ല. നമ്മൾ ഇത് കൊണ്ടുപോകാൻ പോകണില്ല, നാട്ടിൽ പോകുമ്പോൾ എന്തായാലും കൊണ്ടുപോകില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചെറിയൊരു സംഭവമാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഈസി ആയിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഫുഡ് വാങ്ങിച്ചിട്ട് ഈ പാത്രം കിട്ടാൻ വെയിറ്റ് ചെയ്തില്ലെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു 10-30 രൂപയ്ക്കൊക്കെ ഒരു 10-20 പ്ലേറ്റൊക്കെ നമുക്ക് കിട്ടുമായിരിക്കും കേട്ടോ. എനിക്കറിയില്ല നാട്ടിൽ എത്രയാണ്, എന്നാലും വലിയ റേറ്റ് ഒന്നും ഉണ്ടാവില്ല ഈ ഒരു പാത്രത്തിന്. അപ്പോൾ വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഉള്ളിലുള്ള കട്ട് ചെയ്ത പീസ് നമുക്ക് വേറെ എന്തെങ്കിലും വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ വോളിലേക്ക് സ്റ്റിക്ക് ചെയ്തപ്പോൾ അത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊന്നൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കല്ല കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID കൃഷി സാഡ്സ് ആണ്. അപ്പോൾ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു, ബൈ.